ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രസീൽ പ്രസിഡന്റുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. 4 സുപ്രധാന ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. സംസ്ഥാനത്ത് നിപ വ്യാപനത്തിനെതിരെ കർശന ജാഗ്രത. ഇ-സഞ്ജീവനി ആപ്പിൽ നിപ പ്രത്യേക OP സേവനങ്ങൾ ലഭ്യമാക്കി. പത്തനംതിട്ട ക്വാറി അപകടത്തിൽപ്പെട്ട് കുടുങ്ങിക്കിടക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളിക്കായുള്ള രക്ഷാദൌത്യം താൽക്കാലികമായി നിർത്തി. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിലൂടെ 4 മാസം കൊണ്ട് സംസ്ഥാനത്ത് 40,000-ത്തിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് മന്ത്രി പി രാജീവ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രസീൽ പ്രസിഡന്റുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. 2 ദിവസത്തെ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം ബ്രസീൽ തലസ്ഥാനമായ ബ്രസീലിയയിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത്. സന്ദർശന വേളയിൽ പുനരുപയോഗ ഊർജ്ജം, കൃഷി, ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ, രഹസ്യവിവര കൈമാറ്റം എന്നീ ധാരണാപത്രങ്ങളിൽ ഇന്ത്യയും ബ്രസീലും ഒപ്പുവയ്ക്കുമെന്ന് ബ്രസീലിലെ ഇന്ത്യൻ അംബാസിഡർ അറിയിച്ചു. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നാളെ നമീബിയയിലേക്ക് തിരിക്കും. സംസ്ഥാനത്ത് നിപ വ്യാപനത്തിനെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സമ്പർക്ക പട്ടികയിൽ 461 പേരാണുള്ളതെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. പാലക്കാട് ജില്ലയിൽ നിലവിൽ ഒരാൾ മാത്രമാണ് നിപ സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളത്. മലപ്പുറത്ത് സമ്പർക്ക പട്ടികയിലുള്ള 48 പേരുടെ സാമ്പിൾ പരിശോധിച്ചതിൽ 46 നെഗറ്റീവാണെന്ന് മന്ത്രി പറഞ്ഞു. അതേസമയം നിപ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ വവ്വാലുകളുള്ള പ്രദേശങ്ങൾ സന്ദർശിച്ച് അവയിൽ നിന്നും സാമ്പിൾ ശേഖരിക്കുന്നതിനായി നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും വിദഗ്ധ സംഘം സംസ്ഥാനത്തെത്തും. നിപ പ്രത്യേക OP സേവനങ്ങൾ ഇ-സഞ്ജീവനി ആപ്പിൽ ലഭ്യമാക്കി. രാവിലെ 8 മുതൽ രാത്രി 8 മണി വരെയാണ് സേവനം. ഇ-സഞ്ജീവനി വഴി ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി ആശുപത്രി സന്ദർശനം പരമാവധി ഒഴിവാക്കുകയാണ് ലക്ഷ്യം. പത്തനംതിട്ട കോന്നി പയ്യനാമൺ ചെങ്കള്ളത്ത് ക്വാറിയിൽ ജോലിക്കിടെ പാറ ഇടിഞ്ഞു വീണ് കുടുങ്ങിക്കിടക്കുന്ന ബീഹാർ സ്വദേശി അജയ് റായിക്കുള്ള രക്ഷാദൌത്യം താൽക്കാലികമായി നിർത്തി. അപകടകരമായ രീതിയിൽ പാറ ഇളകി വീഴുന്നതും കൂടുതൽ സജ്ജീകരണങ്ങൾ ആവശ്യമായുള്ളതുമാണ് രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കാൻ കാരണമായത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി GS ശ്രീധർ. പത്തനംതിട്ട കോന്നി പയ്യനാമണ്ണിലെ ചെങ്കളത്തു ക്വാറിയിൽ പാറ ഇടിഞ്ഞു വീണ് എക്സ്കവേറ്ററിൽ കുടുങ്ങിക്കിടക്കുന്ന ബീഹാർ സ്വദേശി അജയ് റായിക്കായുള്ള രക്ഷാദൌത്യമാണ് താത്കാലികമായി നിർത്തിയത്. രാവിലെ രക്ഷാദൌത്യം പുനരാരംഭിച്ചെങ്കിലും സ്ഥലത്ത് അപകടകരമായ രീതിയിൽ ഇപ്പോഴും പാറ ഇളകി വീഴുന്നതും കൂടുതൽ സജ്ജീകരണങ്ങൾ ആവശ്യമായുള്ളതുമാണ് രക്ഷാപ്രവർത്തനം താത്കാലികമായി നിർത്തിവയ്ക്കാൻ കാരണമായത്. സ്ഥിതിഗതികൾ കൃത്യമായി വിലയിരുത്തി സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഉൾപ്പെടെയുള്ള ഫയർഫോഴ്സ്, NDRF ടീം, പോലീസ് തുടങ്ങിയവരെ ഏകോപിപ്പിച്ചാണ് രക്ഷാപ്രവർത്തനം തുടരുക. പൊതുജനങ്ങളെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ക്വാറിയിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ല. സംസ്ഥാന വ്യാപകമായി സ്വകാര്യ ബസ് ഉടമകൾ ആഹ്വാനം ചെയ്ത സൂചനാ പണിമുടക്ക് തുടരുന്നു. സമരം ജനജീവിതത്തെ ബാധിച്ചു. പണിമുടക്ക് കണക്കിലെടുത്ത് KSRTC കൂടുതൽ സർവീസ് നടത്തുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ നയങ്ങൾക്കെതിരെ പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി ആരംഭിക്കും. നാളെ അർദ്ധരാത്രി വരെയാണ് പണിമുടക്ക്. പണിമുടക്ക് രാഷ്ട്രീയ പ്രേരിതമെന്ന് കേന്ദ്ര ഭരണപക്ഷ യൂണിയനുകൾ ആരോപിച്ചു. അതേസമയം നാളത്തെ പണിമുടക്കിൽ പങ്കെടുക്കാൻ KSRTC ജീവനക്കാർ ഇതുവരെ നോട്ടീസ് നൽകിയില്ല എന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. KSRTC സർവീസ് നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തൊഴിലാളികളാരും ഞങ്ങൾക്ക് KSRTC തൊഴിലാളികളാരും സമരത്തിന് നോട്ടീസ് തന്നിട്ടില്ല. KSRTC ജീവനക്കാരെ സംബന്ധിച്ച് അവർ സന്തുഷ്ടരാണ്. ഇതൊരു പൊതുഗതാഗതമാണ്. ഒരു സമരം അവരൊഴിവാക്കും, തൊഴിലാളികൾ അതിനകത്ത് ഒഴിവാക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അവർക്ക് എപ്പോഴും സമരം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല KSRTCക്കുള്ളത്. കഴിഞ്ഞ തവണ ഒരു സമരം അവർ ചെയ്ത ദിവസം 6% ആളുകൾ മാത്രമേ സമരത്തിൽ പങ്കെടുത്തുള്ളൂ. ബാക്കി 94% ജീവനക്കാരും ഹാജരായി എന്ന് പറയുന്നത് KSRTCയുടെ മാറുന്ന സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിലൂടെ 4 മാസം കൊണ്ട് സംസ്ഥാനത്ത് 40,439 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്ന് മന്ത്രി പി രാജീവ്. നിക്ഷേപ താൽപര്യം പ്രകടിപ്പിച്ച 20%-ലധികം കമ്പനികളും കേരളത്തിൽ നിക്ഷേപം തുടങ്ങിയതായും ഇതുവഴി 31,429 കോടി രൂപയുടെ നിക്ഷേപമാണ് ഉണ്ടാവുകയെന്നും അദ്ദേഹം പറഞ്ഞു. ഈ മുന്നേറ്റം തുടരുന്നതിനായുള്ള എല്ലാ പരിശ്രമവും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും മന്ത്രി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു.
സപ്ലൈകോയിൽ വിവിധ തസ്തികകളിൽ ജീവനക്കാരെ നേരിട്ട് നിയമിക്കുന്നതായി പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് സപ്ലൈകോ ജനറൽ മാനേജർ അറിയിച്ചു. സപ്ലൈകോയിൽ സ്ഥിരം ജീവനക്കാരെ നിയമിക്കുന്നത് PSC മുഖേനയാണ്. താൽക്കാലിക നിയമനങ്ങൾ നടത്തുന്നതിന് മുഖ്യധാരാ പത്രങ്ങളിലും സപ്ലൈകോയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലും അറിയിപ്പ് പ്രസിദ്ധീകരിക്കാറുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. ഗവർണർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി SFI. കണ്ണൂർ, കാലിക്കറ്റ് സർവകലാശാലകളിലേക്ക് SFI മാർച്ച് നടത്തി. മാർച്ചുകൾ പോലീസ് തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. മാറിയ പാഠപുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിൽ 1 മുതൽ 10 വരെ ക്ലാസുകളിലെ ഫസ്റ്റ് ബെൽ ഡിജിറ്റൽ ക്ലാസുകൾ നാളെ മുതൽ കൈറ്റ് വിക്ടേഴ്സിൽ സംപ്രേഷണം തുടങ്ങുമെന്ന് മന്ത്രി വി. ശിവൻകുട്ടി അറിയിച്ചു. കുട്ടികൾക്ക് അധിക പിന്തുണ എന്ന തലത്തിലാണ് ക്ലാസുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. പ്രസിദ്ധമായ ചമ്പക്കുളം മൂലം ജലോത്സവം നാളെ. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹ പ്രതിഷ്ഠയുടെ സ്മരണാർത്ഥമാണ് മേള നടത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ. കേരളത്തിലെ ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ചമ്പക്കുളം മൂലം ജലോത്സവത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. മത്സരം നടക്കുന്ന പമ്പയാറിൽ ചമ്പക്കുളം മാപ്പിളശ്ശേരി കടവ് മുതൽ തെക്കോട്ട് ഫിനിഷിംഗ് പോയിന്റ് വരെയുള്ള ഭാഗത്തെ സ്പീഡ് ബോട്ടുകൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. നാളത്തെ പണിമുടക്കിൽ നിന്നും ചമ്പക്കുളം, നെടുമുടി പഞ്ചായത്തുകളെയും ഒഴിവാക്കിയിട്ടുണ്ട്. വിഗ്രഹരഥ ഘോഷയാത്രയും ആചാരപരമായ ചമ്പക്കുളം വള്ളസദ്യയും ഇന്നാണ് നടക്കുന്നത്. തകഴിയിൽ നടന്ന കൈകൊട്ടിക്കളി മത്സരത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 16 ടീമുകൾ പങ്കെടുത്തു. അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരങ്ങൾക്ക് വേദിയാകുന്ന മലബാർ റിവർ ഫെസ്റ്റിവലിന് മുന്നോടിയായുള്ള മത്സരങ്ങൾക്ക് തുടക്കമായി. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ 24 മുതൽ 27 വരെയാണ് റിവർ ഫെസ്റ്റ് നടത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. മലബാർ റിവർ ഫെസ്റ്റിവൽ മത്സരങ്ങൾ പുലിക്കയം, പുല്ലൂരാമ്പാറ എന്നിവിടങ്ങളിലാണ് പ്രധാനമായും നടക്കുന്നത്. ഉദ്ഘാടന ദിവസമായ ജൂലൈ 24 മീൻതുള്ളിപ്പാറയിൽ പ്രദർശന കയാക്കിങ്ങും രജിസ്ട്രേഷൻ നടക്കും. ഇന്ന് തുഷാരഗിരിയിൽ നടക്കുന്ന മഴ നടത്തത്തിൽ വിവിധ കോളേജ് വിദ്യാർത്ഥിനികളാണ് പങ്കെടുക്കുന്നത്. ബാഡ്മിന്റൺ, വടംവലി, ടൂറിസം സെമിനാർ, സൈക്ലിംഗ്, കാളപ്പൊട്ട് തുടങ്ങിയ ആകർഷകമായ പരിപാടികളും വരും ദിവസങ്ങളിൽ നടക്കും. ഇതിനു പുറമെ കൽപ്പറ്റ, അരീക്കോട്, മാനാഞ്ചിറ എന്നിവിടങ്ങളിൽ നിന്നും 100 പേർ വീതം പങ്കെടുക്കുന്നത് സൈക്കിൾ റാലിയും പുറപ്പെടും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഈ മാസം 11 വരെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തെ തീരപ്രദേശങ്ങളിൽ ഇന്ന് രാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. ഇന്ന് പെരുമൺ തീവണ്ടി ദുരന്തത്തിന്റെ 37ാം വാർഷികം. 1988 ജൂലൈ 8 ഉച്ചയ്ക്കായിരുന്നു രാജ്യത്തെ നടുക്കിയ ദുരന്തം. ഐലൻഡ് എക്സ്പ്രസ് ബോഗികൾ അഷ്ടമുടി കായലിലേക്ക് പതിച്ചുണ്ടായ അപകടത്തിൽ 105 പേർ മരിക്കുകയും 200ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പൌരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ മെത്രാപ്പൊലീത്ത മാർ അപ്രേമിന്റെ ഖബറടക്കം മറ്റന്നാൾ ഉച്ചയ്ക്ക് തൃശൂർ മാർത്താ മറിയം വലിയ പള്ളി അങ്കണത്തിലെ കുരുവിളയച്ചൻ പള്ളിയിൽ നടത്തും. ഇന്നും നാളെയും വലിയ പള്ളിയിൽ ഭൌതികദേഹത്തിന്റെ പൊതുദർശനമുണ്ടാകും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജിന് യാത്രയായ ഹാജിമാരുടെ അവസാന സംഘം ഇന്ന് മടങ്ങിയെത്തും. ഒരു സംഘം പുലർച്ചെ 4:55 തിരിച്ചെത്തി. കൊച്ചി എംബാർക്കേഷനിലെ അവസാന വിമാനം വ്യാഴാഴ്ചയും കണ്ണൂരിലേത് വെള്ളിയാഴ്ചയുമാണ്. അടുത്ത വർഷത്തെ ഹജ്ജിന് ഓൺലൈൻ വഴി അപേക്ഷാ സമർപ്പണം ഉടനെ ആരംഭിക്കുമെന്ന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ജൂലൈ 21 മുതൽ ഓഗസ്റ്റ് 12 വരെ നടക്കും. പെഹൽഗാം ഭീകരാക്രമണത്തെയും തുടർന്നുണ്ടായ ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ച് അടിയന്തര ചർച്ച നടത്തണമെന്നാവശ്യപ്പെട്ട് ജൂൺ 3 16 പ്രതിപക്ഷ പാർട്ടികൾ സംയുക്തമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്ത് നൽകിയിരുന്നു. എല്ലാ പ്രസക്ത വിഷയങ്ങളും ഈ സമ്മേളനത്തിൽ തന്നെ പരിഹരിക്കാമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് മൊബൈൽ പാസ്പോർട്ട് സേവാ വാനുകൾ വിന്യസിക്കുന്നു. ജൂലൈ 10 തിരുവനന്തപുരം കളക്ടറേറ്റ് പരിസരത്ത് ജില്ലാ കളക്ടർ അനുകുമാരിയും റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ജീവ മരിയ ജോയും ചേർന്ന് സേവാ വാനിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രസീൽ പ്രസിഡന്റുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. 4 സുപ്രധാന ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. സംസ്ഥാനത്ത് നിപ വ്യാപനത്തിനെതിരെ കർശന ജാഗ്രത. ഇ-സഞ്ജീവനി ആപ്പിൽ നിപ പ്രത്യേക OP സേവനങ്ങൾ ലഭ്യമാക്കി. പത്തനംതിട്ട ക്വാറി അപകടത്തിൽപ്പെട്ട് കുടുങ്ങിക്കിടക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളിക്കായുള്ള രക്ഷാദൌത്യം താൽക്കാലികമായി നിർത്തി.
ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിലൂടെ 4 മാസം കൊണ്ട് സംസ്ഥാനത്ത് 40,000-ത്തിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് മന്ത്രി പി രാജീവ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.